ഒ ഇ ടി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതുപോലെ ഒ ഇ ടി എക്സാം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവർക്കും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒ ഇ ടി എക്സാമിനെ പറ്റി നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അല്ലേ? ഒ ഇ ടി ദാറ്റ് ഈസ് ഒക്യുപ്പേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ്. അവരുടെ വെബ്സൈറ്റ് www.occupationalenglishTest.org അല്ലേ? ഓക്കെ. അപ്പോൾ ഒ ഇ ടി എക്സാം IELTS എക്സാമും തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം അറിയാമല്ലോ. ഒ ഇ ടി എന്ന് പറഞ്ഞാൽ 12 ഹെൽത്ത് കെയർ പ്രൊഫഷൻസിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലാംഗ്വേജ് ടെസ്റ്റാണ്. IELTS എന്ന് പറഞ്ഞാൽ ജനറലാണ്, ആർക്ക് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. ഓക്കെ. ഇവിടെ 12 ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഡെൻറ്റിസ്ട്രി, ഡയറ്ററ്റിക്സ്, മെഡിസിൻ, നഴ്സിംഗ്, വെറ്റിനറി സയൻസ്, ഒക്യുപ്പേഷണൽ തെറാപ്പി, ഒപ്റ്റോമെട്രി, ഫാർമസി, ഫിസിയോതെറാപ്പി, പൊഡിയാട്രി, റേഡിയോഗ്രാഫി, സ്പീച്ച് പാത്തോളജി, ഇതൊക്കെയാണ് 12 ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള ആർക്ക് വേണമെങ്കിലും ഈ എക്സാം അറ്റൻഡ് ചെയ്യാം. ഈ എക്സാം അക്സെപ്റ്റ് ചെയ്യുന്ന കൺട്രി വന്നിട്ട് നമുക്ക് UK, അയർലൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ആണ്. അത് നമുക്ക് ഈ ഓരോ പ്രൊഫഷൻസിനും ഏതാണ് അവരുടെ ബാൻഡ് സ്കോർ എന്നുള്ളത് ആ ഓർഗനൈസേഷനുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. ആ രാജ്യത്തിലുള്ള നിങ്ങളുടെ പ്രൊഫഷൻ്റെ അനുസരിച്ചുള്ള ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഓക്കെ. അപ്പം നമുക്ക് ഈ ഒരു എക്സാമിലൊരു മെയിനായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിലെ ടോപ്പിക്സ് എല്ലാം IELTSൻ്റെ പോലെ തന്നെയാണ് ഇതിലെ ലിസണിങ്, റീഡിങ്, റൈറ്റിങ്, സ്പീക്കിംഗ് എല്ലാം. ഇതിലെ ടോപ്പിക്സ് എല്ലാം തന്നെ ഹെൽത്ത് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഹെൽത്ത് പ്രൊഫഷനുള്ള ആൾക്കാർക്ക് ഇത് ഒന്നും കൂടെ എളുപ്പമെന്ന് പറയുന്നത്. ഓക്കെ. അവർ കണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്ന ഓരോ കാര്യങ്ങളും. ലിസണിങ് ആയാലും റീഡിങ് ആയാലും റൈറ്റിംഗ്, സ്പീക്കിംഗ് എല്ലാം. അപ്പോൾ അതൊന്നും കൂടെ എളുപ്പമാണ് അവർക്ക് പഠിക്കാനും പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ഒന്നും കൂടെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ പാസ് പെർസെൻറ്റേജാണ് IELTSനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കൂടുതലുണ്ട് ഒ ഇ ടിക്ക്. ബിക്കോസ് ദിസ് എ പ്രൊഫഷണൽ ലാംഗ്വേജ് എക്സാം. പ്രൊഫഷണൽ ലാംഗ്വേജ് എക്സാം ആണെങ്കിൽ ഇതൊരിക്കലും നമ്മുടെ പ്രൊഫഷണൽ നോളജിനെ അസസ് ചെയ്യുന്നില്ല. ഒൺലി നമ്മുടെ ലാംഗ്വേജ് കോമ്പിറ്റൻസി മാത്രമാണ് ഇവർ അസസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. അയ്യോ എനിക്ക് ഇതൊന്നും അറിയത്തില്ല, ഈ തിയറി അറിയില്ല, അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് അറിയത്തില്ല, അതിനെപ്പറ്റി എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് സ്പീക്കിങ്ങിനൊക്കെ ആണെങ്കിലും ഒരു ടോപ്പിക്ക് തരുമ്പോൾ ആ ടോപ്പിക്കിനെ പറ്റി അവർ തന്നേക്കുന്ന റോൾ പ്ലേ കാർഡിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളത് നോക്കിയിട്ട് നമ്മളതൊരു നന്നായിട്ട് സംസാരിച്ചാൽ മാത്രം മതി അതിൻ്റെ അകത്ത്. അല്ലാതെ അതിനെപ്പറ്റി നമ്മുടെ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന പോലെ വാട്ട് ഈസ് ദിസ് അങ്ങനെയൊന്നും അവർ ചോദിക്കത്തില്ല. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് മാത്രമാണ് അവർ അസസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ അവർ പറയുന്നത് ഇപ്പോൾ നഴ്സിംഗിലുള്ള ആൾക്കാർക്ക് ചില ഡൗട്ട്സ് ഉണ്ട്. അവരിടയ്ക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ട് കുറേ പേര്. അതായത് BSc നഴ്സിംഗിന് MScക്കാർക്ക് മാത്രമേ ഒ ഇ ടി അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ജനറൽ നഴ്സിംഗിന് അറ്റൻഡ് ചെയ്യാം. നഴ്സിംഗ് ആയിരിക്കണമെന്നേ ഉള്ളൂ. അത് BScയോ MScയോ GNMോ ഒന്നും പ്രശ്നമല്ല, ആർക്ക് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. പിന്നെ ഓരോ രാജ്യങ്ങളിലേക്ക് അവർ ചിലപ്പം ഓസ്ട്രേലിയ, ന്യൂസിലൻഡിലോട്ട് മെയിൻലി അവർ BSc, പോസ്റ്റ് BSc അങ്ങനെയുള്ള ആൾക്കാർക്കായിരിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. UK ആൻഡ് അയർലൻഡിലേക്ക് അവർ GNM നഴ്സസിനെ എടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് നിങ്ങളെ ബന്ധപ്പെട്ട ഓർഗനൈസേഷനുമായിട്ടൊന്ന് അവരുടെ സൈറ്റിലൊക്കെ കയറി നോക്കിക്കാൻ അതിൻ്റെ കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഓക്കെ. അതുപോലെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒ ഇ ടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തു. അതായത് പുതിയ വേർഷനാണ് ഇപ്പോൾ ഒ ഇ ടി 2.0 എന്ന് പറയും. 2018 സെപ്റ്റംബർ മുതലാണ് നമുക്ക് ഈ ഒരു പുതിയ ഒ ഇ ടി വന്നത്. അതായത് ഒ ഇ ടി 2.0 വന്നത്. അപ്പോൾ അതിൽ ലിസണിങ്ങും റീഡിങ്ങിനും നന്നായിട്ട് അവർ ചേഞ്ചസ് വരുത്തി. മുന്നേ ഒ ഇ ടി 1.0ൽ ലിസണിങ് റീഡിങ് പാർട്ട് എ ആൻഡ് പാർട്ട് ബി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ പാർട്ട് എ, പാർട്ട് ബി ആൻഡ് സി എന്നവർ 3 എണ്ണമായിട്ട് അതിനെ മാറ്റിയിട്ടുണ്ട്. അല്ലാതെ റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും ചേഞ്ചസ് ഒന്നുമില്ല കേട്ടോ. പക്ഷേ സ്പീക്കിങ്ങിന് ചേഞ്ചസ് ഉണ്ട്. അതിൽ റോൾ പ്ലേക്കും അങ്ങനെയുള്ളതിനൊന്നും ഒരു വ്യത്യാസമില്ല. പക്ഷേ നമ്മളെ അസസ് ചെയ്യുന്നതിൻ്റെ ക്രൈറ്റീരിയയിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് ഫോർ സ്പീക്കിംഗ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഒ ഇ ടി 2.0. അപ്പോൾ പഴയ മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ എല്ലാം നമ്മൾ പുതിയ മെറ്റീരിയൽസ് ഒ ഇ ടി 2.0യുടെ മെറ്റീരിയൽസ് വെച്ചിട്ട് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ ഇനി ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട്. അതായത് ഓഗസ്റ്റ് 2019 റൈറ്റിങ്ങിൻ്റെ അസസ്മെൻറ്റ് ക്രൈറ്റീരിയയിൽ വ്യത്യാസം വരാൻ പോകുന്നുണ്ട്. അല്ലാതെ റൈറ്റിങ്ങിൻ്റെ മറ്റൊന്നിനും കേസ് നോട്ട് വെക്കാനോ കേസ് നോട്ടിലോ അല്ലെങ്കിൽ അതിൻ്റെ റൈറ്റിംഗ് ടൈമോ റീഡിങ് ടൈമോ അങ്ങനെയുള്ള ഒന്നിനും ഒരു മാറ്റമില്ല. ഒൺലി അതിൻ്റെ അസസ്മെൻറ്റ് ക്രൈറ്റീരിയ മാത്രം മാറുന്നുള്ളൂ. ബാക്കിക്കൊരു മാറ്റവും ഇല്ല കേട്ടോ. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നു ഇനി മൊത്തത്തിൽ വീണ്ടും മാറാൻ പോകണം. മൊത്തത്തിൽ വീണ്ടും മാറുന്നില്ല. റൈറ്റിങ്ങിൻ്റെ അവർ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്നതിൻ്റെ അസസ്മെൻറ്റ് ക്രൈറ്റീരിയ മാത്രമാണ് അവർ കുറച്ച് മാറ്റം വരുത്താൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇനി വരുന്ന മാറ്റങ്ങളും വന്ന മാറ്റങ്ങളും. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ ഒ ഇ ടിക്ക് പഠിക്കുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ.
പിന്നെ OETയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലിസ്ണിങ്ങും റീഡിങ്ങും എല്ലാ ഹെൽത്ത് കെയർ പ്രൊഫഷൻസിനും ഒരുപോലെ ആയിരിക്കും കേട്ടോ. അതായത് ഡോക്ടേഴ്സ് ആയാലും നഴ്സസ് ആയാലും ഫിസിയോതെറാപ്പിസ്റ്റ് ആയാലും എല്ലാവർക്കും ഒരേ ലിസ്ണിങ് ആൻഡ് റീഡിംഗ് ആണ്. പക്ഷേ റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് വന്നിട്ട് പ്രൊഫഷൻ സ്പെസിഫിക് ആണ്. ഡോക്ടേഴ്സിന് ഡോക്ടേഴ്സിൻ്റേതായിട്ടുള്ള ലെറ്റർ റൈറ്റിംഗ്, നഴ്സസിന് നഴ്സസിൻ്റേതായിട്ടുള്ളത്, അതുപോലെ സ്പീക്കിംഗ് ആണെങ്കിലും നഴ്സസിൻ്റെ റോൾ പ്ലേ ആണ്, ഡോക്ടേഴ്സിന് അവരുടെ. അപ്പോൾ അതനുസരിച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഒന്നും കൂടെ എളുപ്പമാണ് നമുക്ക്. ഓക്കെ, ഓരോരോ പ്രൊഫഷനിലുള്ളത് കിട്ടുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പോൾ അതൊന്ന് പ്രത്യേകം ഒന്ന് ഓർത്താൽ മതി. പിന്നെ ഓക്കെ, ഇനി നമുക്ക് നിങ്ങളിപ്പോൾ OET ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അത് വിചാരിക്കുകയാണ്, അതായത് നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും OET അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാനും കൂടി ഒന്ന് അറ്റൻഡ് ചെയ്തേക്കാം. അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഫസ്റ്റ് ഒരു ലക്ഷ്യം വേണം, ഒരു ഗോള് വേണം, അല്ലേ? ഞാൻ OET എഴുതണോ? അത് എന്തിനാണ് ഞാൻ OET എഴുതാൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് എൻ്റെ ഒരു കരിയർ ഡെവലപ്മെൻറ്റിന്, അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്ത് പോയി എനിക്ക് വർക്ക് ചെയ്യണം, എൻ്റെ ഫാമിലിയെ എൻ്റെ കൂടത്തിൽ നിർത്തണം. അപ്പോൾ അതിന് എൻ്റെ ഒരു ഗോളാണ്. എനിക്ക് ഈ ഒരു എക്സാം ക്ലിയർ ആയാലേ എനിക്കതിന് പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ലക്ഷ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ OET എഴുതണോ അല്ല IELTS എഴുതണോ വേണ്ടയോ എന്ന് ചിന്തിക്കാനായിട്ട്. അല്ലെങ്കിൽ എല്ലാവരും എഴുതുന്നു, അപ്പോൾ ഞാനും ഒന്ന് എഴുതാം, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, കിട്ടുമെങ്കിൽ കിട്ടും. ആ ഒരു മനോഭാവം നമുക്ക് നല്ല അത് വെച്ച് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് OET അതിനോടുള്ള ഒരു എന്താ പറയുക 100% ഒരു ഡെഡിക്കേഷൻ നമുക്ക് കിട്ടത്തില്ല. അപ്പം നമുക്ക് തന്നെ ഒരു ലക്ഷ്യമുണ്ട്, നമുക്ക് എന്തായാലും ഈ എക്സാം ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കൂടുതൽ പരിശ്രമിക്കും. ആ പരിശ്രമത്തിൽ നമുക്ക് വിജയിക്കാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഗോൾ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കുക. നമ്മൾ ഇതുവരെ എത്തിയില്ലേ, അതായത് നമ്മൾ സ്കൂള് 10th കഴിഞ്ഞു, +2 കഴിഞ്ഞു, നഴ്സിംഗ് കഴിഞ്ഞു, നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ ക്ലിയറായി, നമ്മളിപ്പോൾ പലയിടങ്ങളിൽ വർക്ക് ചെയ്യുന്നു, ഇവിടം വരെ നമ്മൾ എത്തി ഇല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു എക്സാമാണോ നമുക്ക് പ്രയാസം? അപ്പം നമ്മളത് കോൺഫിഡൻ്റായിട്ട് മനസ്സിൽ നല്ലൊരു കോൺഫിഡൻസ്, ഒരു ധൈര്യം കൊടുക്കുക. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും, എനിക്ക് പറ്റാത്തൊന്നുമല്ല, അത് എന്ത് കാര്യമാണെങ്കിലും എനിക്കൊരു ഹാർഡ് വർക്കും ഉണ്ടോ അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനകളും ഉണ്ടോ, എനിക്കത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഓരോരുത്തരിലും വേണം. അപ്പോൾ ആ ഒരു ധൈര്യത്തോടെ വേണം നമ്മൾ ഈ ഒരു എക്സാം എഴുതാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സമീപിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസൈഡ് ചെയ്തു എന്തായാലും നമ്മൾ എക്സാം എഴുതാൻ പോവുകയാണ്. ഇനി നമ്മളെന്തോ വേണം, നമ്മളെന്തായാലും അത് തീരുമാനിച്ചില്ലേ, അപ്പോൾ ഇനി അതിനെ നമ്മളെന്തോ ചെയ്യുക, ഇഷ്ടപ്പെട്ട് തുടങ്ങണം. നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ നമ്മൾ കൂടുതലായിട്ട് സ്നേഹിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതലും ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ, വീട്ടിൽ സംസാരിക്കുമ്പോൾ, നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ആദ്യമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർ നമ്മളെ കളിയാക്കും, അവർ ഇപ്പോൾ ഭയങ്കര ഇംഗ്ലീഷിലൊക്കെയാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ ചിലപ്പോൾ നമ്മളോട് പറയും. അതൊന്നും കാര്യമാക്കേണ്ട, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ആ പറയുന്നവർ പറയട്ടെ, ലക്ഷ്യം നമ്മുടെ അല്ലേ, നമുക്ക് OET പാസ്സാകണം, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾ എത്തണം. സോ നമ്മളുടെ ആ ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് നമുക്ക് കഴിവതും ഇംഗ്ലീഷിൽ കൂടുതൽ ടോക്ക് ചെയ്യുക. കിട്ടുന്ന എന്ത് സാധനമാണോ ഇംഗ്ലീഷിലുള്ള മെറ്റീരിയൽസ്, നമ്മളത് റീഡ് ചെയ്യുക. പത്രം ആയിക്കോട്ടെ, മാഗസിൻസ് ആയിക്കോട്ടെ, എന്ത് സാധനം കിട്ടിയാലും വായിക്കുക. നമുക്കറിയാൻ മേലാത്തൊരു വാക്കാണ്, എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചിട്ട് വീട്ടിൽ പോയി ഡിക്ഷണറിയിലൊന്നും നോക്കുക. അല്ല, നമ്മുടെ കയ്യിലെല്ലാം ഫോണല്ലേ ഉള്ളത്, ജസ്റ്റ് ഗൂഗിളിലൊന്ന് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് നമുക്ക് കിട്ടത്തില്ലേ. അപ്പോൾ ജസ്റ്റ് അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ മലയാളികളുടെ ഒരു കുഴപ്പമാണ്, നമ്മൾ എന്ത് കാര്യങ്ങൾ നമുക്ക് വന്നാലും നമ്മൾ അത് ഇംഗ്ലീഷിലല്ല തിങ്ക് ചെയ്യുന്നത്, മലയാളത്തിൽ തിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ഒത്തിരി തെറ്റ് പറ്റുന്നത്. അപ്പം നമ്മളത് മാറ്റുക. നമ്മൾ ഈ എക്സാം എഴുതാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതി മാറ്റുക. നമ്മളെന്തോ ചെയ്യുക, നമ്മൾ തിങ്ക് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ തന്നെ ആക്കുക. കൂടുതൽ ചിന്തകൾ എല്ലാം ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ നമുക്ക് സാധിക്കും. ഇതിപ്പോൾ ഇന്ന് വിചാരിച്ച് അടുത്ത ആഴ്ച പോയി എഴുതാൻ പറ്റുന്ന എക്സാമൊന്നും അല്ല OET IELTS എന്ന് പറയുന്നത്. അത് കുറച്ച് സമയം എടുക്കും. അതിന് കുറച്ച് സമയം എടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ കുറച്ച് റീഡ് ചെയ്യുമോ, അതുപോലെ TV-യിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കാണുന്ന ഇംഗ്ലീഷ് പ്രോഗ്രാംസൊക്കെ കൂടുതൽ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ പതുക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന എക്സാമിനെ അല്ലെങ്കിൽ ആ ലാംഗ്വേജിനെ സ്നേഹിച്ച് തുടങ്ങും. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലെവലൊന്ന് മനസ്സിലാക്കണം.
അതായത് നമ്മളെങ്ങനെ ഉണ്ട് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ലെവൽ എങ്ങനെയുണ്ട്, നമ്മൾ എത്രമാത്രം ഇമ്പ്രൂവ് ആവണം, അല്ലെ എത്ര നാൾ ഞാൻ പഠിക്കണം. നല്ല മിടുക്കരുണ്ട് ചെറുപ്പത്തിൽ മുതൽ നല്ല ഇംഗ്ലീഷിൽ തന്നെ കൈകാര്യം ചെയ്ത് വെളിയിലൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ചിലപ്പോൾ അവർക്ക് ഒരു മാസം ഒന്നും വേണ്ട ജസ്റ്റ് ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനായിട്ട്. ജസ്റ്റ് ഒരു ബുക്കൊക്കെ മറിച്ച് നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഫോർമാറ്റും കാര്യങ്ങളും അറിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഈസിയാണ്. പക്ഷേ സാധാരണ നമ്മൾ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ചിലപ്പോൾ. ഓക്കെ, അപ്പം നമ്മളെ നമ്മളെ ഒന്ന് അസസ് ചെയ്യുക. ഞാൻ എന്തോരം പഠിക്കണം, എത്ര നാൾ പഠിക്കണം, അപ്പം അതൊന്ന് അസസ് ചെയ്തിട്ട് ആ രീതിയിൽ നമ്മൾ തുടങ്ങണം കേട്ടോ. ഓക്കെ, നമുക്ക് ഇതൊന്നും ആർക്കും പറ്റാത്ത കാര്യമില്ല, എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. നമ്മൾ ആ മനസ്സിൻ്റെ അകത്ത് കൊണ്ട് വെച്ചേക്കുന്നത് എനിക്കിത് പറ്റത്തില്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കുക. അതുകൊണ്ടാണ് നമുക്ക് ഇതിലൊരു മുന്നോട്ട് പോകാൻ പറ്റാത്തത് കേട്ടോ. എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് ഇതൊക്കെ, പറ്റാത്തത് ഒന്നുമില്ല. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാൽ മതി. എന്തോരം ബുക്സൊക്കെ അവൈലബിൾ ആണ്, അതൊക്കെ എടുത്ത് നമ്മുടെ ലാംഗ്വേജിലുള്ളതൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. എത്രയോ വലിയ ആൾക്കാർ ചെറിയ ഇതിൽ നിന്ന് ഇത്ര വലിയ ഇതിലായിട്ടുണ്ട്. നമുക്ക് എന്തോ ഒരു എക്സാമ്പിൾസ് അറിയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യമല്ല, സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഡ്രൈവിങ് നമ്മൾ തുടക്കത്തിൽ തന്നെ പോയിട്ട് എല്ലാവരും ഡ്രൈവ് ചെയ്യുവാണോ റോഡിൽ കൂടെ? അല്ലല്ലോ. നമ്മളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത്. അതുപോലെ കുട്ടികൾ നമ്മളവരെ ജനിക്കുമ്പം തന്നെ അവർ മാത്സും സയൻസും ഒക്കെ പഠിച്ചിട്ടാണോ അവർ വരുന്നത്? ഇല്ല, അവർ ഡേ ബൈ ഡേ അവർ പ്രാക്ടീസ് അല്ലെങ്കിൽ അവർ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പം നമുക്ക് സാധിക്കും. അത് നമ്മളിങ്ങനെ ഒരു വലിയ ബാലികേറാമലയായിട്ട് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രാക്ടീസ് വേണം, കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണം. അങ്ങനെ ആണെങ്കിൽ നമുക്കത് സാധിക്കും. ഓക്കെ, അപ്പം ഇത് നമുക്ക് ഹാർഡ് വർക്കിലൂടെ അല്ലെങ്കിൽ ഒപ്പം തന്നെ പ്രാർത്ഥനയിലൂടെയൊക്കെ നമുക്ക് സാധിക്കുന്ന കാര്യമാണ് കേട്ടോ. അല്ലാതെ അതിനെപ്പറ്റി കൂടുതൽ പറ്റത്തില്ല എന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് ആദ്യം തന്നെ എടുത്ത് കളയണം. എന്നിട്ടേ ഉള്ളൂ നമ്മൾ ഈ ഒരു എക്സാമിനെ പറ്റി ചിന്തിക്കാവുള്ളൂ. അല്ലാതെ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എക്സാമിന് പാസ്സാകാൻ പറ്റത്തില്ല. ഞാനതിപ്പോഴും ഉറപ്പ് പറയാം. ഓക്കെ, പിന്നെ നമുക്ക് ഓരോ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണമല്ലോ. ലിസണിങ് ആയാലും റീഡിങ് ആയാലും റൈറ്റിങ് സ്പീക്കിംഗ് എല്ലാം. അപ്പം ലിസണിങ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അപ്പം നമ്മൾ പറയുന്നത്, നിങ്ങൾ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവോ ഫ്രണ്ടോ മക്കളോ ആരെങ്കിലും ഇങ്ങനെ ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകണം, IELTS OET ഒക്കെ അവർക്ക് എഴുതണമെന്നൊക്കെ താല്പര്യമുണ്ട്. അപ്പോൾ അവരോട് എത്രയും നേരത്തെ തന്നെ അവരുടെ ലിസണിങ് ആൻഡ് റീഡിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് ഫോളോ ചെയ്യാൻ പറയുക. അപ്പം ലിസണിങ് ആണെങ്കിൽ നമ്മളിപ്പം നമ്മൾ റേഡിയോ ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇംഗ്ലീഷ് ചാനൽ ഉള്ളത് ഏതാണോ അത് കേൾക്കാൻ ശ്രമിക്കുക. അതുപോലെ TV ഒക്കെ കാണുമ്പോൾ ഇംഗ്ലീഷ് ന്യൂസ് ചാനലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇംഗ്ലീഷ് മൂവീസോ ഒക്കെ കാണുവാണെങ്കിൽ നമുക്ക് കുറച്ച് മാറ്റം വരും. ഓക്കെ, അത് നല്ലതാണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് OETക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. OETക്ക് ABC ഹെൽത്ത് ന്യൂസ് ഓസ്ട്രേലിയൻ, അപ്പോൾ അവരുടെ ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ അകത്ത് കൊടുത്തേക്കാം ഈ വീഡിയോയിൽ. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് കുക്ക് ചെയ്യുവോ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ചുമ്മാ ആയിട്ടുള്ള സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ ഇതെപ്പോഴും ഈ ഫോണിനകത്തുള്ളത് ഹെഡ്ഫോൺ വെച്ചിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക. അപ്പം പതുക്കെ നിങ്ങളുടെ ലിസണിങ് സ്കിൽസ് ഇമ്പ്രൂവ് ആവും. പിന്നെ സമയം കിട്ടുന്ന അനുസരിച്ച് ഒരു പേപ്പർ എടുത്ത് അവർ പറയുന്നത് കേട്ടിട്ട് ഒരു പേപ്പറിൽ എഴുതി പോവുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 2 സ്കിൽസും, ഇപ്പോൾ ലിസണിങ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നോട്ട് ടേക്കിങ്ങിൻ്റെ സ്കില്ലും കൂടെ കൂട്ടാൻ പറ്റും. നല്ലതാണത്. അപ്പോൾ അങ്ങനെ ലിസണിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക കേട്ടോ. അതുപോലെ റീഡിങ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് OETക്ക് ഒരു 30 സ്കോർ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുന്ന കാര്യമൊന്നുമില്ല. കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം അത്. അപ്പം റീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഇപ്പം OETയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഹെൽത്ത് ജേർണൽസ്, ഹെൽത്ത് മാഗസിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചിട്ട് വായിക്കുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര പാടാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധയായിട്ട് വായിച്ച് അറിയാൻ മേലാത്ത കാര്യങ്ങളൊക്കെ ഡിക്ഷണറിയിൽ റെഫർ ചെയ്ത് അതൊക്കെ എഴുതി വെച്ച് വീണ്ടും അതൊക്കെ ഒന്ന് വായിച്ച് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലതാണ് നമുക്ക് റീഡിങ്ങിന്. അപ്പോൾ അതിന് കുറച്ച് സൈറ്റൊക്കെ ഉണ്ട് ഹെൽത്ത് ജേർണൽസിൻ്റെയൊക്കെ. അതൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കാം. അതൊക്കെ നിങ്ങൾ കണ്ട്
അതൊക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ വായിക്കുമ്പോൾ ഒരു പാരഗ്രാഫ് എടുത്തിട്ട് ആ പാരഗ്രാഫിൻ്റെ മെയിൻ ഐഡിയ എന്താണോ അത് മനസ്സിലാക്കി റീഡ് ചെയ്യുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. അത് നമ്മുടെ എക്സാമിന് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. ചുമ്മാ വായിച്ച് വിടാതെ വാട്ട് ഈസ് ദ മെയിൻ മീനിങ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പാരഗ്രാഫ് അങ്ങനെ വെച്ചിട്ട് ഓരോന്നും വായിച്ച് വിടുവാണെങ്കിൽ ഒത്തിരി അത് ഹെൽപ്ഫുള്ളാണ്. അപ്പം അങ്ങനെ ചെയ്യുക. അപ്പോൾ റീഡിങ് സ്കിൽസ് നിങ്ങൾക്ക് റീഡിങ്ങിന് സ്കോർ കൂടണമെന്നുണ്ടെങ്കിൽ ചുമ്മാ നമ്മൾ പറഞ്ഞുകൊണ്ടിരിന്നാൽ മാത്രം പോരാ, അല്ലെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. കുറച്ച് എക്സ്ട്രാ റീഡിങ്ങും കൂടെ ചെയ്യണം. ഈ പറഞ്ഞ മാതിരിയൊക്കെ കൂടുതൽ ചെയ്താലേ നമുക്ക് പറ്റത്തുള്ളൂ. ഈ ലിസ്ണിങ്ങും റീഡിങ്ങും ഒക്കെ നമുക്ക് ഒരാൾക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് കൂടുതൽ അത് സ്കോർ കിട്ടണമെങ്കിലോ അല്ല നിങ്ങൾക്ക് അതിലേക്ക് കൂടുതൽ ഇത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് അത് പ്രാക്ടീസ് ചെയ്യണം, കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ അതൊക്കെ നമുക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ സ്പീക്കിങ്ങിനാണെങ്കിലും ഇപ്പം നമുക്കാരെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടത്തിൽ സ്പീക്ക് ചെയ്യാനുണ്ടെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. ചുമ്മാ അങ്ങ് സംസാരിച്ചോണം, തെറ്റോ ശരിയോ അതൊന്നും നോക്കണ്ട, സംസാരിക്കുക. പതുക്കെ അങ്ങ് ശരിയായിക്കോളൂ. ഇനി ആരുമില്ലെങ്കിൽ നമുക്കൊരു എല്ലാവരും പറയുന്ന പോലെ ഒരു മിററിൻ്റെ മുന്നിൽ പോയി നിന്ന് നമുക്ക് സംസാരിക്കാം, കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കാം. അപ്പോൾ ഒന്ന് റെക്കോർഡ് ചെയ്യുന്നതും കൂടി നല്ലതാണ്. ഫോണുണ്ടല്ലോ, അപ്പോൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് കേൾക്കണം. അപ്പം നമുക്കറിയാം എന്തൊക്കെ തെറ്റാണ് ഞാൻ വരുത്തിയത്, ഇങ്ങനെ പറയാൻ പാടില്ല, ഇത് എന്ത് പൊട്ട തെറ്റാണ് ഞാൻ പറയാം, അപ്പോൾ ഇനി പകരം എനിക്ക് അവിടെ എന്ത് പറയായിരുന്നു എന്നൊക്കെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ കഴിവതും നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഉണ്ട് ഒരു സ്പീക്കിംഗ് പാർട്ട്ണറിനെ എപ്പോഴും കിട്ടുന്നത് നല്ലതാണ്. അപ്പോൾ ആ ടോപ്പിക്സ് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് സ്പീക്ക് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഓക്കെ, അതുപോലെ ഇനി റൈറ്റിങ് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഓർഗനൈസേഷൻ, അതിൻ്റെ എന്താണ് ഫോർമാറ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. പിന്നെ OET സംബന്ധിച്ചിടത്തോളം OETക്ക് ഒരു ഫോർമാറ്റൊന്നും അങ്ങനെ ഇല്ല. ഒരു ലെറ്റർ, ഒരു കേസ് നോട്ട് നമ്മുടെ കയ്യിൽ തന്നാൽ ആ കേസ് നോട്ട് നമ്മൾ നന്നായിട്ട് വായിച്ച് അത് വ്യക്തമായിട്ട് എഴുതുക എന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ അകത്ത്. അപ്പോൾ ആ വായിക്കുന്ന ആൾക്ക് ആദ്യം മുതൽ അവസാനം വരെ ഒരു കഥ വായിക്കുന്ന മാതിരി അത് തോന്നണം. അല്ലാതെ അയാൾ ഒരു അടുത്ത പാരഗ്രാഫ് വായിച്ചിട്ട് അയ്യോ ഇത് എന്നാന്നറിയാനായിട്ട് മുന്നത്തെ പാരഗ്രാഫ് വീണ്ടും വായിക്കാനൊരു ആകരുത്. അപ്പോൾ അയാൾക്ക് രസമായിട്ടങ്ങ് വായിച്ചു പോകുന്ന രീതിയിൽ അങ്ങ് എഴുതിയാൽ മതി. അതാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് പക്ഷേ നമുക്ക് എപ്പോഴും ഒരു നല്ല ഒരു ഗൈഡൻസ് ഉള്ളത് നല്ലതാണ്. നിങ്ങൾക്ക് വിശ്വാസമുള്ള നല്ല ഏതെങ്കിലും ടീച്ചേഴ്സിനെയൊക്കെ സമീപിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രെയിനിങ് സെൻറ്റേഴ്സ് നിങ്ങളെവിടെ ആയാലും അവരെ സമീപിച്ച് അതിനൊരു കറക്ഷൻ മേടിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതിൻ്റെ ആവശ്യമുണ്ട്, എസ്പെഷ്യലി ലിസ്ണിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിങ്ങിന്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ OETക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മളിപ്പോൾ OET പഠിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ടൈമാണ്. അതിന് വേണ്ടി ടൈം മാറ്റി വയ്ക്കുക. ഒരു ദിവസം ഞാൻ എന്താന്ന് പറഞ്ഞാലും ഇത്ര ടൈം തൊട്ട് ഇത്ര ടൈം വരെ പഠിക്കാൻ മാറ്റി വയ്ക്കും. അത് നിർബന്ധമാണ്. അത് റുട്ടീനായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. അത് അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ചെയ്തില്ലോ നാളെ പറ്റന്നാളാട്ടെ, എനിക്കിന്ന് ഗസ്റ്റ് വരും, എനിക്ക് പറ്റത്തില്ല, അടുത്ത ദിവസം ആട്ടെ, അങ്ങനെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല. റെഗുലറായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇതും കൊണ്ട് നമുക്ക് കാര്യമുള്ളൂ. അതുകൊണ്ട് എന്ത് വന്നാലും നമ്മളൊരു ദിവസം ഇത്ര ടൈമിൽ അതിന് വേണ്ടി മാറ്റി വെച്ച് അത് പ്രാക്ടീസ് ചെയ്യണം. അത് നിർബന്ധമാണ് കേട്ടോ. ഡെയിലി പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കിട്ടത്തില്ല അതിൻ്റെ അകത്ത്. ഓക്കെ, പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഈ OET എക്സാമിൻ്റെ ഫോർമാറ്റ്, എന്താണ് ഇതിനകത്ത് എന്താ ലിസ്ണിങ് റീഡിങ് എന്നൊക്കെ പറയുമ്പോൾ ഇത് ഓരോന്നിനകത്ത് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് എത്രയാണ്, അതിൻ്റെ ടൈം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി പോവുക കേട്ടോ. അതായത് തിയറി നന്നായിട്ട് മനസ്സിലാകുക, അതിനെപ്പറ്റിയുള്ള നല്ല നോളജ് വേണം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടേ ഉള്ളൂ നമുക്ക് അതുകൊണ്ട് കാര്യമുള്ളൂ. നമ്മളിൽ നിന്ന് എന്താണ് ഈ എക്സാം എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ലെവലിൽ എനിക്ക് എത്താൻ പറ്റുന്നുണ്ടോ നമ്മൾ അസസ് ചെയ്യണം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. എന്നാലേ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ നേരം ഒരു കോൺഫിഡൻസോടുകൂടി എക്സാമിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പിന്നെയും തേങ്ങലായിരിക്കും, ഇനി ശരിയാകത്തില്ല. അപ്പോൾ അതിന് മുമ്പ് സമയമെടുത്ത് നല്ല വെൽ പ്രിപ്പയർഡ്, ആരും ചാടി കയറി എക്സാം എഴുതില്ല. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 അല്ലെങ്കിൽ 3 മാസമെങ്കിലും പഠിച്ചിട്ട് പോയി എക്സാം എഴുതുക. ഇത്രയും പൈസ നമ്മൾ സ്പെൻഡ് ചെയ്ത് എഴുതുന്ന എക്സാം അല്ലേ. അപ്പോൾ അതനുസരിച്ച് അതിന് വേണ്ടിയിട്ട് സമയം കൊടുത്തിട്ട് എഴുതുക കേട്ടോ. പിന്നെ വേറെ ഒരു വലിയൊരു റിക്വസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി യൂട്യൂബ് ചാനൽസും ഒത്തിരി മെറ്റീരിയൽസും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ പറയുന്ന ഒത്തിരി യൂട്യൂബ് ചാനൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ അത് കൺഫ്യൂസ് ആകും. നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുന്ന, നല്ലതായിട്ട് തോന്നുക, നല്ല എന്താ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന യൂട്യൂബ് ചാനൽ 1-2 ചൂസ് ചെയ്യുക. അവരുടെ വീഡിയോസ് മാത്രം സ്ഥിരമായിട്ട് കാണുക.
ഓക്കെ, അത് സ്ഥിരമായിട്ട് കാണാം, അത് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞിട്ടൊക്കെ പഠിപ്പിക്കുമല്ലോ, അതനുസരിച്ച് അതങ്ങ് ഫോളോ ചെയ്ത് പോവുക. ഒത്തിരി ഇപ്പം പലർക്കും പല രീതിയായിരിക്കും പഠിപ്പിക്കുന്നത്. ചില രീതിയിൽ എഴുതാൻ പറയും, ചിലർ ആ രീതിയിൽ എഴുതാൻ പറയും. അപ്പം നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ്, എന്തിനാ വെറുതെ അങ്ങനെ. അപ്പം നിങ്ങൾക്ക് ഒത്തിരി വിശ്വാസം തോന്നുന്ന 2 എണ്ണം, അല്ല ഒത്തിരി നല്ലതായിട്ട് തോന്നുന്ന 1-2 എണ്ണം മാത്രം എടുത്ത് അത് റിപ്പീറ്റായിട്ട് കാണുക. അതുപോലെ ഒരുപാട് മെറ്റീരിയൽസ് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് അതിൻ്റെ ഫോർമാറ്റ്, അതിൻ്റെ ആ ഒരു ഐറ്റം ടൈപ്സും കാര്യങ്ങളും, എങ്ങനെ ഓരോ ആൻസർ കണ്ടുപിടിക്കുന്നു, അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. അപ്പം ഞാനൊരു ലിസ്റ്റ് തരാം, എന്തൊക്കെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് തരാം. അപ്പം അതൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പം അത് നല്ലതായിരിക്കും അത്. അതായത് പ്രാക്ടീസ് മെറ്റീരിയൽ OET പ്രാക്ടീസ് ബുക്കുണ്ട്, ഒഫീഷ്യൽ OETയുടെ സൈറ്റിൽ നിന്ന് അത് ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ബുക്ക് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ നല്ല, അതിനകത്ത് 3 ടെസ്റ്റ് ഉണ്ട്, ലിസ്ണിങ്, റീഡിങ്, എല്ലാത്തിൻ്റെയും 3 എണ്ണം വീതമുണ്ട്. അതിൻ്റെ ഓഡിയോ അവരുടെ സൈറ്റിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അത് ഏറ്റവും നല്ലതാണ്, അത് തന്നെ റിപ്പീറ്റായിട്ട് ചെയ്താലും മതി, സെയിം മോഡലാണ് എക്സാമിന് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ OET ഫ്രീ സാമ്പിളുണ്ട്, അത് അവരുടെ വെബ്സൈറ്റിൽ 2 എണ്ണം കിടപ്പുണ്ട്, അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഒത്തിരി നല്ലതാണ് അത്. പിന്നെ ക്യാപ്ലാൻ, അതും OETയുടെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് ഈ ക്യാപ്ലാൻ്റെ മെറ്റീരിയൽസ്. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം, ഒത്തിരി നല്ല മെറ്റീരിയൽസാണ്. അതിനകത്ത് അവർ വ്യക്തമായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ലിസ്ണിങ് ആൻഡ് റീഡിങ്ങിനെ പറ്റിയൊക്കെ അവർ പറയുന്നുണ്ട്, അതൊക്കെ നല്ലതാണ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. പിന്നെ E2 ലാംഗ്വേജിൻ്റെ അവരുടെ മെറ്റീരിയൽസൊക്കെ ഉണ്ട്, അവരുടെ വീഡിയോസ് ഉണ്ട്, അതൊക്കെ നല്ലതാണ് നിങ്ങൾക്ക് നോക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ OET പ്രിപ്പറേഷൻ ബുക്ക് റീഡിങ് സബ് ടെസ്റ്റ് അന്ന ഹാർട്ട്ഫോർഡിൻ്റെ ബുക്കുണ്ട് റീഡിങ്ങിന് വേണ്ടിയിട്ട്, അത് നല്ലതാണ്. അതിൻ്റെ വോളിയം 1, 2, 3 ഉണ്ട്, അത് പ്രാക്ടീസ് ചെയ്യാൻ നല്ലതാണ്. അതുപോലെ OET ഓൺലൈൻ ഓസ്ട്രേലിയ അവരുടെ മെറ്റീരിയൽസും നല്ലതാണ്, സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നല്ലതാണ്, നിങ്ങൾക്ക് റിപ്പീറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നല്ലതാണ്. അല്ലാതെ നമ്മൾ ഇപ്പം എനിക്കറിയത്തില്ല, നമ്മൾ കാണുന്ന മെറ്റീരിയൽസാണ്, ബ്രിട്ടീഷ് അക്കാഡമി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്, മെഡിസിറ്റി അക്കാഡമി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചില ലേബൽ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് വരുന്നുണ്ട്. ആ മോഡലല്ല ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ വെറുതെ സമയം ഒത്തിരി കളയരുത്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ OETയുടെ ഒഫീഷ്യൽ മെറ്റീരിയൽസ് തന്നെ പ്രാക്ടീസ് ചെയ്യുക, അതാണ് ഏറ്റവും ബെസ്റ്റ് നമുക്ക് പാസ്സാകാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, അപ്പം നമ്മൾ തിയറി അല്ലെങ്കിൽ നോളജ് അത് വേണം, അതിനെ പറ്റിയിട്ട് OETയെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രാക്ടീസ് ചെയ്യുക കൂടുതൽ. ഞാനീ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെ എടുത്തിട്ട് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ പ്രാക്ടീസ് ചെയ്ത ശേഷം അതിനൊരു നല്ല ഫീഡ്ബാക്ക് കിട്ടാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ലെറ്ററൊക്കെ ആണെങ്കിലും അതിൽ എത്രമാത്രം കറക്റ്റാണ്, അതിന് ഞാൻ എന്തോരം ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നല്ലതാണ്, അത് എടുക്കുക കേട്ടോ. അല്ല ഫീഡ്ബാക്ക് കിട്ടാൽ നമുക്കത് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്നാലേ ഉള്ളൂ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ ഫീഡ്ബാക്കിൻ്റെ അനുസരിച്ച് അത് റിവ്യൂ ചെയ്ത് പോവുക. എന്തൊക്കെയാണോ ഞാൻ മാറ്റം വരുത്തേണ്ടത് അതൊക്കെ ഞാൻ മാറ്റം വരുത്തി തന്നെ പഠിക്കുക. വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്തൊരു ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് OET പഠിക്കാനും ഇനി പഠിക്കാൻ പോകുന്നവർക്കും വേണ്ടിയിട്ട് പറയാനുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ റീഡിങ്ങിൻ്റെയും ലിസ്ണിങ്ങിൻ്റെയും മെറ്റീരിയൽസ് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ജേർണൽസിൻ്റെ പേരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സൈറ്റിൽ കൊടുക്കാം, എൻ്റെ യൂട്യൂബ് ചാനലിൽ കൊടുക്കാം. അപ്പോൾ അതൊക്കെ നോക്കുക. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അത്യാവശ്യം ഇതേപോലെയുള്ള എനിക്കറിയുന്ന കുറച്ച് ലിസ്ണിങ് റീഡിങ് ടിപ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ശരി എന്നാൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്.